ഹേ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളെ എന്നുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇവനാണ് നമ്മുടെ ഐറ്റം. ഈ ഒരു കുതിരയുടെ സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും സംഭവം എന്താണെന്ന്. യെസ്, അമേരിക്കൻ മസിൽസ് കാറായുള്ള ഫോർഡ് മസ്താങ് ഒഫീഷ്യലായിട്ട് കൊളാബ് ചെയ്തിരിക്കുന്ന ഒരു TWS ആണ്. ഇത് ബോട്ടും മസ്താങ് കൂടെയാണ് കൊളാബ് ചെയ്തിരിക്കുന്നത്. 3 TWS ആണ് ഈ ഒരു കൊളാബിൽ അവർ ഇറക്കിയിരിക്കുന്നത്. സോ ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ടോർക്ക് എന്ന് പറഞ്ഞൊരു മോഡൽ. ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ സെയിൽസ് മൊത്തം ക്ലോസ് ആയി. സെക്കൻഡ് ഡേ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ റേറ്റും കൂടിയിട്ടുണ്ട്. സംഭവം അൺഅവൈലബിൾ ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പൊക്കിക്കൊണ്ട് സംഭവം കിട്ടി. ഇതുപോലെ കുതിര എല്ലാ സൈഡിലും കാണാം. ഈ സൈഡിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതില്ല എന്നൊക്കെ ഇവിടെയായിട്ട് ഒഫീഷ്യൽ ഫോർഡിൻ്റെ ഒരു ഒഫീഷ്യൽ ലൈസൻസ് ബാഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാർ ലവേഴ്സുകളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫോർഡിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. യാ മോനെ നോക്കിയേ, മസ്താങ് ഓണേഴ്സ് ക്ലബ് നോക്കൂ. ഷൊൻ്റെ മോനെ പൊളി. We are ordered some fuel for your fire. ഇതേ മസ്താങ് ഓണേഴ്സ് ക്ലബിലേക്ക് വെൽക്കം ചെയ്തൊരു ഇൻട്രോഡക്ഷൻ ഒക്കെ കാണാം. ബോക്സിലുള്ള ഓരോ നമുക്ക് തുറന്നു നോക്കാം. ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു ഐറ്റമാണ് കിട്ടുന്നത്. ഇവിടെ ആ കൊളാബിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CEO ഒക്കെ പേരും ഒക്കെ വെച്ചൊരു കാർഡ് നമുക്ക് കിട്ടാം. ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, തേർഡ് വൺ. മസ്താങ് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നൊരു ഐറ്റം കൊള്ളാം. ദിസ് ഈസ് ഗുഡ്. ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ് വരുന്നത്. സ്കാൻ ചെയ്ത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ ചാർജിങ് കേബിൾ ആണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത്. എക്സ്ട്രാ ബഡ്സും അവൈലബിൾ ആണ്. ഫൈനലി ഇതുകൊണ്ടിരിക്കും നമ്മുടെ ഐറ്റം. ജാതി ലുക്ക് നോക്കിയേ. മസ്താങ്ങിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. GT എന്ന ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ടൈപ്പ് സിക്കുള്ള 2 പോർട്ടുണ്ട്. കിട്ടിയ ലുക്കാണ്. സംഭവം കാണാൻ തന്നെ ഒരു മസ്താങ്ങിൻ്റെ ഫ്രണ്ട് പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാം. മസ്താങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. കണ്ടോ, ടെയിൽ ലാമ്പ് പോലെ ഒരു ലൈറ്റിങ്ങും വരുന്നുണ്ട്. ഇതിന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ 13mm ഡ്രൈവ് ആണ് ഇതിൽ വരുന്നത്. ലേറ്റൻസി വരുന്നത് 45mm ആണ്. നോയിസ് ക്യാൻസലേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ചെറിയ മഴയത്തൊക്കെ പോയാലും വലിയ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ ഇതിൽ തന്നെ വോയിസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. 4 മൈക്ക് ഉണ്ട്. അതുകൊണ്ട് മൈക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഏകദേശം നല്ലതായിരിക്കും. 50 മണിക്കൂർ ബാറ്ററിയാണ് ഇതിന് വരുന്നത്, ഫുൾ ബോക്സോട് കൂടി. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പക്ക കംഫർട്ടായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത്. TWS ഉള്ള കാര്യം പോലും നമ്മൾ അറിയത്തില്ല. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസ്താങ് സ്റ്റാർട്ട് ചെയ്തൊരു സൗണ്ട് കേൾക്കാം കേട്ടോ. എന്ന് പറയുന്ന സൗണ്ട് കേൾക്കാം. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഡിസ്കൗണ്ട് ആക്കുമ്പോൾ ഒരു മസ്താങ് ഓഫ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സോ നമുക്കൊരു പാട്ട് കേൾക്കാം. ഗൈസ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബേസ് ഇതിന് കിട്ടുന്നുണ്ട്. നല്ല ക്ലാരിറ്റി സൗണ്ടാണ്. ഈ റേറ്റിന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു. ഞാൻ അതിൻ്റെ ലുക്ക് ഓക്കെയാണ്, ബട്ട് ഇതിൻ്റെ വർക്കിംഗ് ഇത്രയും അത്യാവശ്യം നല്ല ബേസ് കിട്ടുന്നുണ്ട്. ആ ബേസൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബോട്ടിൻ്റെ തന്നെ ആംപ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് ട്രിബിൾ എല്ലാം കൺട്രോൾ ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. ഞാൻ വാങ്ങിയത് 1299 ആണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, ബട്ട് ആ റേഞ്ചിന് ഈ സംഭവം അടിപൊളിയാണ്, വർത്താണ്. ഞാൻ ഒരു കാർ ലവർ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും ഈ റേഞ്ചിന് അടിപൊളിയാണ്. കാരണം അതിനുള്ള ലുക്ക് വൈസ് ആയാലും സൗണ്ട് വൈസ് ആയാലും ബേസ് ആയാലും ഗെയിമിങ്ങിനായാൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്നതാണ്. എന്തായാലും ഇതൊരു മസ്റ്റ് റെക്കമെൻഡഡ് ഐറ്റം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.